യെസ്, സംഭവം വന്നിരിക്കുന്നു. ദൃശ്യം 3യുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. വർഷങ്ങളായി നമ്മളൊരു ചോദ്യം ചോദിച്ച് കാത്തിരിക്കുകയാണ്. ജോർജ് കുട്ടി ഈ കേസിൽ നിന്നും രക്ഷപ്പെടുമോ? അതായത് അതിജീവനത്തിൻ്റെ അവസാന വാക്കാകുമോ എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആലങ്കാരികമായിട്ട് പറയാം. ഇപ്പോഴത്തെ ദൃശ്യം 3യുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ നിർമ്മാതാക്കൾ ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട്, ഇതാണ് അവസാനം. 2 തവണ പോലീസിനെ കബളിപ്പിച്ച ആ മനുഷ്യൻ, പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വെറുതെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്, നമ്മളിത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അതായത് ഈ സൂത്രശാലിയുടെ അവസാന കളി ഇതായിരിക്കുമോ എന്നറിയാൻ ഈ ട്രെയിലറിനെ നമുക്കൊരു 4 വ്യൂ പോയിന്റിൽ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. ആദ്യം ട്രെയിലറിൽ വന്നു പോകുന്ന ചില കാര്യങ്ങൾ പറയാം, കാണാത്തവർ കണ്ടിട്ട് കാണുക. ട്രെയിലർ തുടങ്ങുമ്പോഴേ ഒരു ഇരുണ്ട ഗൗരവമുള്ള ടോണാണ് നൽകുന്നത്. ആദ്യ 2 സിനിമകളിലെ രംഗങ്ങളുടെ ഫ്ലാഷ് ബാക്ക് പോലെ മിന്നി മറയുമ്പോൾ തന്നെ നമ്മൾ ആ പഴയ പേടി ശബ്ദത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതായത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ മാത്രം ആഗ്രഹിച്ച ഒരു സാധാരണക്കാരൻ എന്ന ജോർജ് കുട്ടിയുടെ ആദ്യ സിനിമയിലെ ശബ്ദം നമുക്ക് കേൾക്കാം. പക്ഷേ അദ്ദേഹത്തിന് ചെറിയൊരു പ്രായക്കൂടുതൽ തോന്നുന്നുണ്ട്, മുഖത്തൊരു ക്ഷീണമുണ്ട്, കുടുംബം മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് ട്രെയിലറിൽ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അതായത് റാണി കരയുന്നു, ജോർജ് കുട്ടിയുടെ ഭാര്യ കരയുന്നുണ്ട്, അഞ്ജു നിറഞ്ഞ മൂത്ത മകളുടെ മുഖത്ത് ഒരു ചെറിയൊരു സ്ഥായിയായ ആ ഭയം നിറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ആ ആഘാതം അവരെ എപ്പോഴും വിട്ടുപോയിട്ടില്ല. പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന ജോർജ് കുട്ടിയെ കാണിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് യഥാർത്ഥ ഭയം നമുക്ക് കാണാം. അവസാനത്തെ ഷോട്ട് വരെ ആകാംക്ഷ നിറഞ്ഞാണ്. എല്ലാം വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു കാര്യത്തിലേക്കാണ്, നിങ്ങൾ കാത്തിരിക്കുന്ന അവസാന അധ്യായം വരാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ട്രെയിലറിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ കുറെ പിന്നിലേക്ക് പോയി സാധ്യമായ എല്ലാ പോയിന്റിൽ നിന്നും നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കണം. ഒന്ന് പോലീസിന്റെ കാഴ്ചപ്പാടാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെളിയിക്കപ്പെടാത്ത കേസ് മാത്രമല്ല, ഇതവരുടെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. IG തോമസ് ബാസ്റ്റിൻ അയാളുടെ മനസ്സ് ഒരിക്കലും ക്ലോസ് ചെയ്യാത്ത ആ പഴയ ക്രൈം ഫയലിലേക്ക് പുതിയ കാലത്തെ ഇൻവെസ്റ്റിഗേഷന്റെ തന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. ജോർജ് കുട്ടിക്ക് പറ്റിയ ആ ഒരൊറ്റ തെറ്റിനെ തേടി അയാൾ വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇത്തവണ അയാൾ എന്തായാലും ലക്ഷ്യം വെക്കുക ആ കുറ്റകൃത്യത്തെ ആയിരിക്കില്ല, ജോർജ് കുട്ടിയെ തന്നെ ആയിരിക്കും, കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം ജോർജ് കുട്ടിയുടെ മനസ്സാണ്. ജോർജ് കുട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ആ സാധാരണക്കാരൻ എന്ന പഴയ സംഭാഷണം അത് അദ്ദേഹം സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. നമ്മൾ കാണുന്ന വേട്ടയാടപ്പെട്ട, ഒറ്റപ്പെട്ട, ആ വെറുക്കപ്പെട്ട രഹസ്യത്തിന്റെ ഭാരം കൊണ്ട് തളർന്ന ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയല്ല, അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഭയം അത് തന്നെയാണ് ഏറ്റവും വലിയ തുമ്പ്. ഈ സൂത്രശാലിയുടെ ആശയങ്ങളെല്ലാം തീർന്നു പോയോ എന്ന് നമുക്ക് തോന്നുന്നു. മൂന്നാമത്തെ കുടുംബത്തിന്റെ ആഘാതമാണ്. ഈ ട്രെയിലർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, കുടുംബമാണ് ഇവിടുത്തെ ഏറ്റവും ദുർബലമായ കണ്ണി. ആ കുറ്റകൃത്യം അവരെ ജയിലിൽ നിന്ന് രക്ഷിച്ചെങ്കിലും അത് അവരെ മാനസികമായ ഒരു തടവറയിലാക്കി. റാണിയുടെ കണ്ണുനീരും അഞ്ജുവിൻ്റെ ഭാവവും ഒക്കെ തെളിയിക്കുന്നത് ആ ഭൂതകാലം മരിച്ചിട്ടില്ലെന്നാണ്. അത് ഇപ്പോഴും അവരെ വേട്ടയാടുന്നുണ്ട്. ഇളയ മകൾ അനു, അവൾ വളർന്നു, അവളുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാവാം. കുറ്റബോധം കാരണം ഒരു കുടുംബാംഗം തന്നെ രഹസ്യം വെളിപ്പെടുത്തുമെന്നുള്ളതൊക്കെ ഒരു ജനപ്രിയ സിദ്ധാന്തമാണ്. ജോർജ് കുട്ടിയെ തകർക്കാൻ പോലീസിന്റെ ആവശ്യമില്ല, കുടുംബം തകർന്നാൽ മതി. ട്രെയിലറിലെ ഏറ്റവും നെഞ്ചിടിപ്പിക്കുന്ന ഭാഗം ആ അവസാനത്തെ ഷോട്ട് തന്നെയാണ്. ജോർജ് കുട്ടിയുടെ അവസാനത്തെ ആ നോട്ടം, അതൊരു പഴയ കാര്യം അറിഞ്ഞുള്ള നിൽപ്പല്ല, പുതിയതായി എന്തോ മനസ്സിലാക്കിയിട്ടുള്ള നിൽപ്പാണ്. ഇതുപോലെ ഇനി ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗ്, അതൊരു വലിയ സസ്പെൻസിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. ജോർജ് കുട്ടിയുടെ കഥ ഇനി രഹസ്യമായി ഒതുങ്ങാൻ മാത്രം ചെറുതല്ല എന്ന് ഒരാളങ്ങ് തീരുമാനിച്ചാലോ? അങ്ങനെ ഒരാൾ വന്നാൽ ജോർജ് കുട്ടി എങ്ങനെ നേരിടും? യഥാർത്ഥ അപകടം നമ്മൾ കാണുന്നതല്ല, ഇത്രയും കാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാവാം. ഒരുപക്ഷെ ജോർജ് കുട്ടിക്ക് എഴുതി പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരേ ഒരു തിരക്കഥ ഇതായിരിക്കും. ഈ ട്രെയിലർ പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കുന്നതിൽ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. സിനിമ 2026 മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് അവസാന അധ്യായം പോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറഞ്ഞ സാധ്യതകൾ എന്തെങ്കിലും ആയിരിക്കുമോ അവസാന ഘട്ടത്തിലേക്കുള്ള താക്കോൽ? നിങ്ങളുടെ തിയറികൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവെക്കുക. ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടുതൽ വിശദമായ ബ്രേക്ക് ഡൗൺ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.